റെഡി പോരട്ടെ പോകട്ടെ. ഒന്നുകൂടി പോരട്ടെ. കേരളത്തിലെ ഏറ്റവും ടഫസ്റ്റ് ഓഫ് റോഡാണ് ഇന്ന് പോണേ. അതിന് പോകാനുള്ള ആൾക്കാരാണ് ദേ കിടക്കണത്. മൂന്നെണ്ണം കൂടി ഉണ്ട്. വരും ഇപ്പൊ വരും. ഓഫ് റോഡൊക്കെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു പരിപാടിയേ ഉള്ളൂ. ചെറിയൊരു പച്ചപ്പിൽ നിന്നൊക്കെയാണ് തുടങ്ങണേ. വലിയത് വരാൻ കിടക്കണുള്ളൂ. ഓക്കെ അല്ലേ? എന്റെ വണ്ടി പാർക്ക് ചെയ്യാനും പറ്റില്ലല്ലോ, സ്റ്റാൻഡ് വെക്കാനും പറ്റില്ല. സെറ്റല്ലേ? എന്നാ പോണ റൂട്ടിലേക്ക് ചെറിയൊരു മിനി വെള്ളച്ചാട്ടവും ആ വെള്ളമൊക്കെ തെറിപ്പിച്ച് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറെ ഫീലാ. നീ പറഞ്ഞില്ലല്ലോ, പറഞ്ഞപ്പോഴേക്ക് വീണോലോ. ഓക്കല്ലേ? എന്റെ കയ്യില് വേറെ ഒന്നുമില്ലല്ലോ. അതെല്ലാവരും ഇപ്പൊ തന്നെ വീടും കണ്ടോ. ചത്തില്ല. ഓക്കെ ഓക്കെ, സെറ്റാണ്. കാലൂത്ത വരല്ലേ? ക്രാഷ് കാർഡ് ആ സെറ്റ്. ആ ഗിയർ ആ മതി. അങ്ങനെ ആ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭാഗത്ത് നിന്ന് നൈസായിട്ട് രക്ഷപ്പെട്ടു. അതാണ് ആദ്യത്തെ കടമ്പ. പിന്നെ ദേ മഴ കൂടി തുടങ്ങി. ഒരുവിധം മിക്കവരും റെയിൻകോട്ട് ഇട്ടുണ്ടായില്ല. അപ്പോൾ ദേ ഒരു ഒഴിഞ്ഞ ഫാക്ടറി കിട്ടി. അവിടെ ദേ എല്ലാവരും വണ്ടി നിർത്തിയിട്ട് റെയിൻകോട്ടിലിടേ പരിപാടി. ഉയരം കൂടുന്നവരും വ്യൂ സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അടിപൊളി വ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിനും കുറേ കിടക്കുന്നുണ്ട് പോവാൻ.
പിന്നെ ക്യാപ്പേ ഈ ഒരു ഓഫ് റോഡ് ഞാൻ കാശ്മീറൊക്കെ പോകുന്നേക്കാളും മുമ്പുള്ളതാണ്. എക്സ്പൾസ് സ്റ്റുഡൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ഓഫ് റോഡാണ്. അതും കേരളത്തിലെ ഏറ്റവും ടഫസ്റ്റ് ഓഫ് റോഡ്. വണ്ടിയായിട്ട് പോലും ഞാൻ ഇണങ്ങിയിട്ടില്ല. അതിന് മുമ്പേ ഈ ഒരു വെയിറ്റുള്ള വണ്ടിയും വെച്ചിട്ട് ഞാൻ മുമ്പ് ഉണ്ടായതിൻ്റെ വീത്തിലാണ്. വീത്തിരി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വെയിറ്റ് ഉള്ളതാണ്. നോർമൽ 200 വെച്ച് നോക്കുമ്പോൾ 210 അതിനും വെയിറ്റാണ്. എന്നിട്ടാണ് കേരളത്തിലെ ഏറ്റവും ടഫസ്റ്റ് ഓഫ് റോഡ് ഞാൻ എടുത്തു കൊണ്ടുപോയി പോണത്. മഴ വന്ന് ആരെങ്കിലും കയറിയാ ഒന്നേ അവിടെ പോരട്ടെ. സ്റ്റാൻഡ് നിൽക്ക് വലിക്കാൻ പറ്റുമോ? ഞാൻ പോരട്ടെ. നിൽക്ക് കിട്ടി സാധനം കിട്ടി. ഈ ഒരു ഓഫ് റോഡ് പോക്കെന്ന് പറയാൻ ചിന്ന പരിപാടിയില്ല. ചിലപ്പോൾ കൊക്കെ വീഴാതിരിക്കാം, ജസ്റ്റ് എസ്കേപ്പ് ആവാം, ആവാതിരിക്കാം. അങ്ങനെയൊക്കെയാണ് ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നടു പോവാം, കാല് പോവാം, കൈ പോവാം, ചിലപ്പോൾ വണ്ടിയെ പണി കെട്ടിത്തരാം. അതൊക്കെ ശരിയാക്കി പോകുന്നതാണ് ഒരു ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പോരട്ടെ. റുബിക്കര എന്ന് പറയുന്നത് പടവന്റെ മേളയാണ്. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ പടവനായി. പേടിക്കാനൊന്നുമില്ല, വീഴുമെന്ന് ഉറപ്പാ. ആ ചത്തു കൊക്കെ പോയേ. എടാ നിനക്കോട് ചാടാറുന്നില്ലേ? മഴയുള്ള ടൈമൊക്കെയാണ് സെറ്റ് വൈബ്. അപ്പോൾ ഒരു കോടയും തണുപ്പ് മൂടൊക്കെ പറയുന്നത് ചിന്ന നിസ്സാര മൂടൊന്നുമല്ല. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡും ക്ലൈമറ്റിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ടൈമാണ്. കാച്ചും ഞങ്ങളിവിടെ എന്തോരം നേരം നിന്നെന്നറിയോ?
എടാ വീഡിയോ കിട്ടട്ടെ വീടടാ. വായോ ശരിക്കും മഴയും തണുപ്പൊന്നും ഇല്ലാത്തൊരു ടൈമിൽ പോവാണെങ്കിൽ ഉണ്ടല്ലോ വേർത്ത് വെന്ത് ചാവും. കാരണം അത്രയ്ക്കും ദൂരമുണ്ട് ഓഫ് റോഡ്, കിലോമീറ്ററോളം ഉണ്ട് ഓഫ് റോഡ്. കൈയൊക്കെയും കഴയ്ക്കും, നടുപോകും. പക്ഷെ അതിനേക്കാളും വേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരം പോകുന്നുണ്ടെന്നുള്ളതാണ്. എൻ്റെ അമ്മ എന്നാ കോടാ. എടാ യുമാരൊക്കെ ഫ്രണ്ടിരിക്കും. ഓണത്തോളം പോട്ടെ. അയ്യോ അത് അഡ്ജസ്റ്റ് ആക്കി. മടുത്തരേ അതുകൊണ്ടേ ഇനിയും കുറേ ദൂരങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്നതോറും മഴയൊക്കെയും കുറഞ്ഞു തുടങ്ങി, കോടയൊന്നും ഇല്ലാതായി. കാലയിലൊക്കെ അതിന്റെ കാലിലൊക്കെ പോകാൻ പറ്റൂല. ഒരാള് നാളാ നിക്ക് അതല്ല പറഞ്ഞത് തന്നെ വെയിറ്റ് എടുത്താത്തിരി. ആ കാലിലൊക്കെ കാലി ഫ്രീ നിക്ക് കാലി ഫ്രീ ആയിട്ടോ. നിക്ക് ഒരു മിനിറ്റ് നിക്ക് സ്റ്റാൻഡ്. ഓക്കെ സെറ്റ്. ചെളി കണ്ടോ? ഒന്ന് കുളിക്കണം വീട്ടിൽ ചെന്നിട്ട്. ഭാഗ്യം ഒന്ന് കടന്നു കിട്ടി. റെയിൻകോട്ടും കീറിയാ ഓക്കെ റെഡി 1 2 പോരട്ടോ. ആ ഇത് ഇല്ല.
സാൻഡ് കുഴിയില്ല. ഇതേ ഇതിന്റെ വെയിറ്റ് നോക്കണം. ഇതിന് കൊല വെയിറ്റ് ആണ്. 200 തൊട്ട് വെയിറ്റ് ഇല്ല. 210 എന്ത് വെയിറ്റ് ആണെന്നറിയോ? എടാ അതിന് മുകളിൽ കയറടാ. കിലോമീറ്ററുകളോളം ഓടിച്ച് മടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് എത്താൻ സമയം എടുക്കും. ഒരിത്തിരി നേരങ്ങളിൽ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് ഒന്ന് തണുത്ത കാറ്റ് കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള മലയെ പിടിച്ചേറിയത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഉറുമ്പിക്കരയുടെ ഫൈനൽ സ്ട്രെച്ച് കാണാം. ഇനി താഴത്തേക്കൊന്ന് ഇറങ്ങണം. താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ലാസ്റ്റ് 3 കയറ്റമാണ് ഇപ്പോൾ കാണുന്നത്. ഈ 3 കയറ്റമാണ് കയറാൻ പോണേ. അതിലത്തെ ഏറ്റവും അവസാനത്തെ കയറ്റമാണ് ഉറുമ്പിക്കരയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ട്രെയിൽ. മലയൊക്കെയും കണ്ടു കഴിഞ്ഞ് ഇനി നേരെ ആ കയറ്റം കയറാനായിട്ട് ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങാണ്. മൊത്തം വേർത്ത് ചത്ത് കുളിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരു തണുത്ത ഒരു അരുവി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല. ഒന്ന് മൊത്തത്തിലൊന്ന് ഫ്രഷ് ആവാൻ പറ്റിയ സ്ഥലം. അങ്ങനെ ഉറുമ്പിക്കരയിലെ ഏറ്റവും ഫൈനൽ സ്ട്രെച്ചിലേക്ക് അങ്ങനെ അടുക്കുകയാണ്. പോയി 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 പറന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓ അതിങ്ങനെ മനസ്സോ ഒരു മിനിറ്റ്. ആ കൈ കൊടുക്ക്. ഓക്കെ കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ഉറുമ്പിക്കര ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ട്രെച്ച് കയറാന്ന് പറഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല. എല്ലാവരും മടുത്തു. മറച്ചിലെന്നൊരവസ്ഥയാണ്. സപ്പോർട്ടൊന്നും ഇല്ലാതെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെയിൻ വിട്ടു. എടാ ചെയിൻ ഊരിപ്പോയിന്ന്. ആ അവസാനത്തെ നിമിഷം ഓഫ് റോഡിൻ്റെ അവസാന നിമിഷമായി കഴിഞ്ഞപ്പോൾ ഫുൾ സ്ട്രെച്ചിൽ കയറിക്കൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് ചെയിൻ തെറ്റിപ്പോയത്. എൻ്റെ പൊന്നോ, എല്ലാമാരും അവരുടെ കയ്യിലുള്ള അപ്പുറത്തെ ടൂൾസൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഒരു 1.5 പോക്കാണ്. എങ്ങനെയൊക്കെ ഞാൻ പിന്നെ മലയുടെ മുകളിലേക്ക് എത്തി. ഇതാണ് ഉറുമ്പിക്കരയുടെ ഫൈനൽ സ്ട്രെച്ചിൻ്റെ അവസ്ഥ. കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 5-10 വണ്ടി കയറി. പക്ഷെ അതിനുശേഷം പിന്നെ കോട അങ്ങോട്ട് പിന്നെയും വന്നു. ഭാഗ്യത്തിന് മഴ വന്നില്ല. ആ ഫൈനൽ സ്ട്രെച്ചിൽ മഴ വന്നിരുന്നെങ്കിൽ ശരിക്കും
പണി പാളിയനെ, കാരണം ഗ്രിപ്പ് ഒട്ടും കിട്ടില്ല. ഉറുമ്പിക്കരയിൽ ഓരോരുത്തർ കൊക്കെ വീണത് മുതൽ ഓരോ വീഴ്ചയുടെ കിട്ടിയ ക്ലിപ്പുകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഫൈനൽ സ്ട്രെച്ചും മെടക്കിയിലും വല്ല കഷ്ടപ്പാടും ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ഫോണിൽ നോക്കിയായിട്ട് നിറച്ച് ക്ലിപ്പുകൾ കിട്ടി. ആ ഒരു സെറ്റ് ക്ലിപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എത്ര ടാസ്ക്കാണ്, എത്ര ഇടിഞ്ഞുളിഞ്ഞ് വീട്ടിലുണ്ട്. ഇതൊക്കെയും ജസ്റ്റ് ക്യാമറ കിട്ടിയത്, ക്യാമറ കിട്ടാത്തത് വേറെ ഒരു സെറ്റ്. ഈ ഒരു യാത്രയ്ക്ക് ശേഷം കുറേ പേർക്ക് അതിൻ്റെ കൈവേദന, കാലുവേദന, മേലുവേദന, അങ്ങനെ കുറേ പണികൾ കിട്ടിയിട്ടുണ്ട്. വണ്ടിയൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നേരെ കൊണ്ടുപോയി സർവീസിൽ കൊണ്ടുപോയി ശരിയാക്കേണ്ട അവസ്ഥ വരെയാണ് ചിലവരുടെ വണ്ടി എത്തിയേക്കുന്നത്. ചിലവരൊക്കെ ഇരുന്നിട്ട് 2 ദിവസം 3 ദിവസം എണീക്കാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ എന്ന് വെച്ചാൽ കാലും ഒരു ചതവാണ് കിട്ടിയത്. ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ. ചെറിയൊരു ചതവ് കാര്യങ്ങൾ ഒക്കെയും ഭാഗ്യത്തിന് അതൊക്കെ ഉള്ളൂ എന്ന് തന്നെ പറയാം. പിന്നെ കയ്യിലുള്ള പ്രഷർ കാരണം കൈയ്ക്ക് ചുമന്ന് തൊടുത്ത് ഒരു 2 ദിവസം കൊടുത്ത് ആ ചുമപ്പ് എൻ്റെ കയ്യിൽ മാറാൻ. അങ്ങനെ ഉറുമ്പിക്കരയുടെ മലയുടെ ഏറ്റവും ടോപ്പായ പോയിന്റിലെത്തി. എല്ലാ വണ്ടി കയറിയിട്ടില്ല, ഇനിയും കിടക്കുന്നുണ്ട് വണ്ടികൾ കയറാനായിട്ട്. ഞാൻ കയറുന്ന സമയത്ത് കോട എത്തിയിട്ടുണ്ടായില്ല. പക്ഷേ കുറച്ചും കൂടി ടൈം കഴിഞ്ഞപ്പോഴേക്കും മലയുടെ അവിടെയും കോട വന്നു. അതുപോലെ തന്നെ ഓഫ് റോഡ് കയറുന്ന അവന്മാരുടെ ഇടയിലും കോട വന്നു. പക്ഷെ ഭാഗ്യത്തിന് മഴ വരാത്തതുകൊണ്ട് വലിയ സീനില്ലാതെ മുകളിലേക്ക് അവർക്ക് എത്താൻ പറ്റി. അങ്ങനത്തെ കോടതി വന്നുകൊണ്ടിരിക്കുകയാണ് ഉറുമ്പിക്കര മല ടോപ്പിൽ. ശരിക്കും ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ സെറ്റ് വൈബ് എന്നത് സെറ്റ് വൈബാണ്. വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വൈബ് കിട്ടിയില്ല. മഴക്കാലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടും കിടക്കും. ആ രണ്ടെണ്ണത്തിന് ഇടയിൽ പോകണം, എന്നാലാണ് ഒരു വൈബ് ഫീൽ കിട്ടുള്ളൂ. മഴയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഒരു കുറച്ച് പേരെങ്കിലും വേണം. കാരണം ടയർ ഗ്രിപ്പ് കിട്ടാതെ ഇരുന്നിട്ട് കയറിപ്പോവാന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. അവസാനം എല്ലാവരും മലയുടെ മുകളിലേക്ക് എത്തി. പിന്നെ അവിടെ കുറേ നേരം വൈബൊക്കെ ആസ്വദിച്ച് റെസ്റ്റ് എടുപ്പായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒരു 1.5 റെസ്റ്റ്. പിന്നെ അവിടെ മുകളിൽ വെച്ചിട്ട് അയാം ഫ്രാങ്ക് വേറെ വഴി കൂടെ വന്ന് അങ്ങനെ പുള്ളീനെയും കണ്ട് പുള്ളിയുടെ ഒപ്പം ഇരുന്ന് കുറച്ച് ചിൽ ചാറ്റൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്, കുറച്ചുകൂടി മെനയുള്ള വഴിയുണ്ട്. ആ വഴിയാണ് തിരിച്ചു പോകാൻ പോകുന്നത്. എൻ്റെ വണ്ടിക്ക് ചെയിനൊക്കെ കഷ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രാന്തൊന്നും ഇനി കാട്ടാൻ പറ്റൂല. ഇനി സേഫായിട്ട് വീട്ടിലെത്തണം. ആ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് മയത്തിലാണ് പിന്നെ ലാസ്റ്റുള്ള തിരിച്ചു പോകണ സ്ട്രെച്ച് എടുത്തത്. പിന്നെ പോണ വഴിക്ക് എല്ലാവർക്കൊരു പ്രാന്ത് കാട്ടാനായിട്ട് പറ്റിയൊരു സ്ഥലവും കിട്ടി. അങ്ങനെ എല്ലാത്തിനും അവസാനം എല്ലാവരുടെ പ്രാന്തും കാണിച്ച് സെറ്റായി ചെളി കുളിച്ച് ഉറുമ്പിക്കര വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പീസ് ഔട്ട്.